ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളൊരു തോട്ട്സും അതുപോലെ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു സെപ്പറേഷൻ സ്റ്റേജിലായിരിക്കാം നിൽക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. ഇപ്പൊ ഏത് രീതിയിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു അവസ്ഥയും തോട്ട്സും ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേര് അതുപോലെ തന്നെ അവരുടെ മുഖം റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫൈവ് ഓഫ് കപ്സ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ടും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അവരുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത്, ദ എംപ്രസ്, ഫൈവ് ഓഫ് പെന്റക്കിൾസ്, സിക്സ് ഓഫ് പെന്റക്കിൾസ്, Knight of Wands, Ace of Wands, Page of Wands, Four of Swords, Page of Swords, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. Eight of Pentacles, Ten of Cups, The Tower Energy വന്നിട്ടുണ്ട്. Knight of Cups വന്നിട്ടുണ്ട്. The Star Energy, Four of Cups, Three of Swords, Ace of Pentacles, Boat of the Deck ആയിട്ട് വന്നിരിക്കുന്നത് Three of Pentacles ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അവരിപ്പോ ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഒരു അവസ്ഥയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിപ്പോ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിലേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ആ ഒരു സ്നേഹമൊന്നും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ചിലപ്പോൾ ഇവരുടെ ചുറ്റും നിൽക്കുന്നവര് ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഇവർക്ക് നൽകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവരുടെ മനസ്സ് അതിലൊന്നും തൃപ്തിപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവരുടെ ഓർമ്മകൾ മുഴുവനും അവരായിട്ട് സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്, അതായത് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ യഥാർത്ഥമായ ഒരു സ്നേഹത്തെ കണ്ടില്ല എന്ന് നടിച്ചു പോയവരാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇവരായിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരെവിടെയാണോ നിങ്ങളെ ഉപേക്ഷിച്ചത് ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും അവരുടെ മനസ്സുകൊണ്ട് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണത്. നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിയിലും ഒരു പുതിയ തുടക്കം വേണമെന്ന് മനസ്സുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിൽ വലിയ രീതിയിൽ ഇവരൊരു പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫിനാൻഷ്യൽ ലോസോ കാര്യങ്ങളോ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഒരു പെന്റക്കിൾ എനർജി കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം വന്ന് പോയ വ്യക്തികളായിരിക്കാം. മറ്റു ചിലവരുടെ കേസിൽ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയവരായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെയധികം ഒരു വേദന തന്നിട്ട് പോയവരാണ്. അപ്പൊ ഇപ്പൊ ഇവർ നേരിടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരുടെ ലൈഫിലേക്ക് ഇവിടെയും വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു കാർഡാണ് കർമ്മ.
ഈ ഒരു പേഴ്സണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ഒരു തിരിച്ചടി തന്നെയാണ്. ഇവരുടെ മനസ്സിലുള്ള ആ ഒരു അഹംഭാവവും കാര്യങ്ങളും എല്ലാം ഈ ഒരു സമയത്ത് ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെട്ടടങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഒരു ഈഗോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്വാർത്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളോടുള്ള അവരുടെ ഒരു പെരുമാറ്റവും രീതികളൊക്കെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പോകെ പോകെ ഭയങ്കരമായ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ട് നിങ്ങളുടെ അടുത്ത് കാണിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതികൾ കാണിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു അഹങ്കാരം അഹംഭാവം എല്ലാം തന്നെ ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ കെട്ടടങ്ങി തുടങ്ങിയിരിക്കുന്നു. അതിന്റെയൊക്കെ ശിഖരങ്ങൾ അടർന്നു പോയിരിക്കുന്നു. കാരണം നെഞ്ചു പൊട്ടി കരയുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ അവരൊരു കഴുകനെ പോലെ വേട്ടയാടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീര് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വരുത്താനുള്ള കാരണം. നിങ്ങൾ അത്രത്തോളം വേദനിച്ചിട്ടുണ്ടായിരിക്കാം. ഇവര് നിങ്ങളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും വലിയ രീതിക്ക് ഒരു വേദനയുടെ പടുകുഴിയിലേക്കൊക്കെ ഇട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെഞ്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അത്രയും പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് തന്നെയാണ് ഈ ഒരു വ്യക്തിയിലേക്ക് ഇപ്പൊ ആ ഒരു കർമ്മയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി ഇവരുടെ മുന്നിൽ ഈ ഒരു രീതിയിലേക്ക് ഇപ്പൊ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് വലിയ രീതിക്ക് ഒരു നഷ്ടം വന്നിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, ഹെൽത്ത് വൈസ് ആരോഗ്യപരമായിട്ടൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു മെഡിക്കൽ എന്ന് പറയുമ്പോഴേക്കും ഡിപ്രഷൻ സ്റ്റേജ് ആണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് അല്ല. മനസ്സുകൊണ്ടുള്ള ആ ഒരു ഡിപ്രഷൻ അവസ്ഥ മാത്രമല്ല ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് നേരിടുന്നുണ്ട്. ഇവരിപ്പോ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ്. ഒറ്റപ്പെടുക എന്ന് പറയുമ്പോഴേക്കും കൂടെ എല്ലാവരും ഉണ്ട്, പക്ഷെ ഇവരുടെ ചിന്തയിൽ അല്ലെങ്കിൽ ഇവർക്ക് അത്രയും സപ്പോർട്ടീവ് ആയിട്ട് ഇവർക്ക് അത്രയും കെയർ ആയിട്ട് ഇവർ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഇവരുടെ ലൈഫിൽ ഇല്ല. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് എത്രയും വേഗം ഒന്ന് പുറത്തേക്ക് തുറന്നിറങ്ങണം, ആ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സന്തോഷവും സമൃദ്ധിയും നിറയുന്ന അന്തരീക്ഷത്തിലേക്ക് വരാനായിട്ട് ഇവര് തന്നെ ആഗ്രഹിക്കുകയാണ്. ആക്ച്വലി ഇവരുടെ കയ്യിൽ തന്നെ അതിനുള്ള ഒരു കീ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇവർ ഈ ഒരു സമയത്ത് അത് കാണുന്നില്ല. ഈ ഒരു കീ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ. അതിവര് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിന് പറ്റുന്നില്ല. എനർജി വളരെ ലോ ആയിട്ടാണ് കാണുന്നത്. എങ്കിലും മനസ്സുകൊണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നീതിപൂർവ്വം പ്രവർത്തിക്കണം എന്നുള്ളത്. കാരണം ഇവിടെ എംപ്രസ് എനർജി വന്നിരിക്കുന്നുണ്ട്. സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഇവർ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇവരുടെ ലൈഫിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതും ഇവർ ഇത്രത്തോളം ബുദ്ധിമുട്ടുന്നതും അതുപോലെ ഒരുപാട് കാര്യങ്ങളെ ജീവിതത്തിൽ ഇപ്പൊ മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെയാണെന്നുണ്ടെങ്കിലും പേജ് ഓഫ് സോഴ്സ് ആണ്. ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചരട് പൊട്ടിയ പട്ടം കണക്കെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ജീവിതമാകുന്ന ആ ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്രയാണ് അവരിപ്പോ പോകുന്നത്. അത്രയും വളരെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റേജ് തന്നെയാണ് കാണുന്നത്. എങ്കിലും ആ ഒരു സ്ട്രഗിളിങ്സിൽ ജീവിതം ഇവരെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിച്ചു കഴിഞ്ഞു, ഇപ്പോഴും മുന്നോട്ടേക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നിലപാടും എടുക്കാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച വ്യക്തികളാണ് ഇവരെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവരായിട്ട് തന്നെ ഇവരുടെ എനർജിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ ഇപ്പൊ ഒരുപാട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് ആയിട്ട് നന്നായിട്ട് അടുത്ത് നിങ്ങളുടെ എനർജീനെ എത്രയും വേഗം ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ആ ഒരു വലിയ ആഗ്രഹമായിട്ട് ഇവരിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കാര്യമായ എഫേർട്ട് കാര്യങ്ങളൊന്നും എടുക്കാതിരുന്ന ഒരു സമയം നേരത്തെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി ഇവർ എന്തും ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇതുവരെ അവരെ മുന്നോട്ടേക്ക് നയിച്ചിരുന്നത് ഒരു ഈഗോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവരിൽ നിന്ന് ആ ഒരു ഈഗോ ആണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ധാർഷ്ട്യ മനോഭാവം ആണെന്നുണ്ടെങ്കിലും പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആ ഒരു സമനില തെറ്റുന്ന നിമിഷം സമ്പത്താണെന്നുണ്ടെങ്കിലും ആരോഗ്യമാണെന്നുണ്ടെങ്കിലും അത് ഒരേപോലെയാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി വന്നിരിക്കുന്നത്. അപ്പൊ രണ്ടിലും ഇത്രയും വലിയ രീതിക്കുള്ള ഒരു സ്ട്രഗിളിങ്സ് വന്നപ്പോൾ അവർക്ക് എത്ര ഒരു സ്വാർത്ഥത ഉള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവരിൽ നിന്ന് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ടും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും അതിങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർ ഓഫ് സോഴ്സിന്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവര് ഒന്നിലേക്കും ഒരു ആക്റ്റീവ് അല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല നിങ്ങളുടേത്. എല്ലാത്തിലേക്കും ഭയങ്കര ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും ചാടി ഇറങ്ങി ചെയ്യുക, അവർക്ക് ഈഗോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാം മുൻപന്തിയിൽ നിന്ന് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ഭയങ്കരമായിട്ട് ഒതുങ്ങി പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്.
ഇവരുടെ എനർജി ഒക്കെ ലോ ആയി, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാത്തിനോടുള്ള ഒരു ആഗ്രഹം കുറഞ്ഞ്, അപ്പൊ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി. പക്ഷെ ആ ഒരു സമയത്തും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇവർ നെഞ്ചോട് ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ടിട്ട്. ഒരു സമയത്ത് അവര് നിങ്ങളെ മാറ്റി നിർത്തിയവരാണ്, നിങ്ങളൊരു വലിയ ഭാരമാണ് എന്നൊക്കെ കണ്ട് മാറ്റി നിർത്തിയവരാണ്, അല്ലെങ്കിൽ ഇവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നപ്പോ, അതിപ്പോ വ്യക്തികളായിട്ടാണെന്നുണ്ടെങ്കിലും, അതുപോലെ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ആണെന്നുണ്ടെങ്കിലും, ഒരുപാട് ഓപ്ഷൻ വന്നപ്പോഴേക്കും അവർ വളരെ മൃദുവായിട്ട് നിങ്ങളെ എടുത്തങ്ങ് മാറ്റി വെച്ചു. നിങ്ങളെയാണ് അവർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മാറ്റി നിർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ മാറ്റി നിർത്തിയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കയറി വരാൻ അവരായിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ആ ഒരു നിമിഷമാണ്. അതും സ്വന്തമായിട്ട് ആ ഒരു വളർച്ച മുരടിച്ചു പോയ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവരായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് ആ ഒരു ബന്ധത്തിന്റെ വളർച്ച അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവർ ഇമാജിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരിപ്പോ ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബന്ധം നന്നായിട്ട് വരുന്നതും, നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുന്നതും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരായിട്ട് തന്നെ ഓർത്തെടുക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരുപാട് ഇവരുടെ ഒരു ഈഗോ കൊണ്ടിട്ട് ഭയങ്കരമായിട്ടുള്ള വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറത്തു നിന്നുള്ള വ്യക്തികളും ഒക്കെ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ കാര്യമല്ല, അല്ലാതെ തന്നെ ഒന്നിലധികം എനർജീസ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും ഒന്നിലധികം എനർജീസ് ഉണ്ട്, അങ്ങനെയല്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാരണം അല്ലാതെ ചിലപ്പോൾ ഒരുപാട് പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഫേസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ ഇവർക്കൊരു പ്രശ്നം വന്നപ്പോ ഈ പറഞ്ഞ ആരും ഇവരെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാനില്ല, അവർ തീർത്തും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഇവർ എവിടെയാണോ കണ്ണടച്ച് വിശ്വസിച്ചത്, അതായത് വിശ്വസിക്കേണ്ടവരെ വിശ്വസിച്ചില്ല, അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള ആളുകളെയാണ് ഇവർ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് അവരിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്കുള്ള ഒരു യാത്ര വളരെ പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തണം എന്നുള്ള രീതിക്ക് ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്കുള്ള ഒരു മനസ്സുകൊണ്ടുള്ള യാത്ര തിരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അവരിപ്പോ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നീക്കങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ടെൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. കാരണം ഇവര് നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞു പോയ നാളുകളൊക്കെ മനസ്സിലേക്ക് ഓർത്തെടുക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഫാമിലി മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫാമിലിയിലേക്ക് വീണ്ടും തിരിച്ചു വരാനും പഴയ രീതിയിൽ തന്നെ ആ ഒരു വർണ്ണം നിറഞ്ഞ ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ഫ്ലവറിങ്ങിലേക്ക് ഈ ഒരു ബന്ധത്തെ എത്തിക്കാനുമാണ് ഇവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഏസ് ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ, വാണ്ട് എനർജി എന്ന് പറയുമ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു അഗ്നിയാണത്, ഫയർ ആണത്. ഫയർ എന്ന് പറയുമ്പോൾ ആളിക്കത്തുന്നത് പോലെ ഇവരുടെ എനർജിയിലേക്ക് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ആളിക്കത്തുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കണക്ട് ചെയ്യണം എന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവർക്കൊരു മാറ്റം വേണം. ഒരു പക്ഷേ ഇവർ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുമായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പതുക്കെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കും. ആ ഒരു സംസാരത്തിലൂടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അർഹമായ സ്നേഹം നിങ്ങൾക്ക് നൽകണം. അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ hope ആണ് വന്നിരിക്കുന്നത്. വളരെ പ്രതീക്ഷയിലാണ് അവർ ആ ഒരു രീതിയിൽ നിൽക്കുന്നത്. നിങ്ങൾ അവരുടെ സ്നേഹം സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാ രീതിയിലും ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ആഗ്രഹം. ആ ഒരു ന്യൂ ബിഗിനിങ്ങിലൂടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷം വീണ്ടെടുത്ത റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ആ ഒരു രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. അതുപോലെ ഇവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കടന്നു വരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഇപ്പൊ കെട്ടടങ്ങി തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിലൊരു നന്മ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു വൈറ്റ് ഹോഴ്സ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിന്റെ ആ ഒരു നന്മേനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും, അല്ലെങ്കിൽ ആ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ട്രസ്റ്റ്, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇവരോടുള്ള ട്രസ്റ്റും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ട്രസ്റ്റ് എല്ലാം വീണ്ടെടുത്ത്
ആ ഒരു എനർജീനെ വീണ്ടും ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ ബന്ധത്തിനെ ആ ഒരു സന്തോഷവും സമൃദ്ധിയുമായിട്ട് കൊണ്ടുപോകണം. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ ഒരുപാട് ലോസ് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ആ ഒരു കരിയറിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ, എന്താണെങ്കിലും ഇവരുടെ ആ ഒരു കാര്യങ്ങളിലേക്ക് ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. ഇവർ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ പൂർണ്ണമായിട്ട് ഇവരുടെ മനസ്സ് അവിടെ നിൽക്കുന്നില്ല. ഇവർ എല്ലാ രീതിക്കും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും ഓൾ ടൈം നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ മാനിഫെസ്റ്റേഷനേക്കാൾ കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ അത്രയും വേദനകളിലൂടെ കടന്നു പോയവരാണെന്നുണ്ടെങ്കിൽ, അത്രയും വേദന നിങ്ങൾക്ക് ഇവർ തന്നിട്ടുണ്ടെങ്കിൽ അതേ വേദനയാണ് ഇവർ ഇപ്പൊ അനുഭവിക്കുന്നത്. ആ ഒരു മിറർ ഇഫക്റ്റ് ആണ് ഇവിടെ കാണുന്നത്. എന്നുവെച്ചാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ ഇവരെന്താണോ നിങ്ങൾക്ക് തന്നത് അതേ സാധനം ആ ഒരു കാലമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിലേക്കും എത്തിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോ ഒരുപാട് വേദനകളിലൂടെ മുന്നോട്ടേക്ക് വന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് സ്ട്രഗിളിങ്സ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്ന സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത്. ഇവരായിട്ട് തന്നെയാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ഇവരിലേക്ക് ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ അത്രത്തോളം വിശ്വസിച്ചത്. പക്ഷെ നിങ്ങളുടെ വിശ്വാസവും കാര്യങ്ങളും എല്ലാം നേടിയെടുത്ത ഇവര് മുന്നോട്ടേക്ക് പോയപ്പോഴേക്കുമാണ് ഇവരുടെ ആ ഒരു ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സത്വം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പല പ്രലോഭനങ്ങൾക്ക് അകപ്പെട്ടു പോയിട്ടുണ്ട്. ചില നിമിഷത്തിന്റെ ആ ഒരു ഇത് കൊണ്ടിട്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ സ്നേഹത്തെ ഇവർ കണ്ടില്ല എന്ന് നടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേദന നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകിയിട്ടില്ല, നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ പല സന്തോഷങ്ങളും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തവരായിരിക്കാം. ഇപ്പോൾ ഒരു മാരേജ് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിവാഹത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്നാൽ നിങ്ങളും എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു സ്ട്രഗിൾ ചെയ്തത് മുന്നോട്ടേക്ക് അത് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വ്യക്തി അങ്ങനെയല്ല. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലും ആ ഒരു നീതിപൂർവ്വം നിങ്ങളിലേക്ക് പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കുന്നത്. ഇവിടെ 4 of cups എന്ന് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും 5 of cups ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളുടെ സ്നേഹമാണ് വേണ്ടത്. ഇവർക്ക് ആരൊക്കെ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവർക്ക് വേണ്ട. അപ്പൊ നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഇവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തും തൃപ്തിയിലല്ല നിൽക്കുന്നത്. ആ ഒരു ഡിപ്രഷൻ അവസ്ഥ എന്ന് പറയുമ്പോൾ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞു പോയ ആ ഒരു സ്നേഹത്തെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്നവരാണ്. താൻ തന്നെയാണല്ലോ ഇതിൻ്റെ ഉള്ളൊരു കാരണം, സ്വയമേ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ, ഈ ഒരു സിറ്റുവേഷൻ വരുത്തി വെക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഭയങ്കര കഠിനമായിട്ട് തന്നെ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തി എത്രയും ഈഗോ ഉള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇവരുടെ ഈഗോ ആണെങ്കിലും സ്വാർത്ഥതയാണെന്നുണ്ടെങ്കിലും മാറി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരിന്റെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. നിങ്ങൾ പോലും അറിയാതെ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഇവർ നശിച്ചു പോകണം എന്നൊന്നും ആയിരിക്കില്ല, നിങ്ങൾ അങ്ങനെയൊന്നും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ നിങ്ങൾ അത്രയും വേദനിച്ചിട്ടുണ്ടായിരിക്കാം. മറ്റാർക്കും ഉപദ്രവം ഇല്ലാതെ നിങ്ങളുടേതായ കണ്ണുനീര് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വന്ന ആ ഒരു വേദനയുടെ കണ്ണുനീര് യൂണിവേഴ്സ് ആയിട്ട് ഇവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഒരു യൂണിവേഴ്സിന്റെ എനർജിയാണ് ഇവിടെ ആ ഒരു തിരിച്ചടിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു കർമ്മയുടെ രൂപത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പൊ ഇവരിപ്പോ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ ആഗ്രഹിക്കാനുള്ള ഒരു കാരണം ഒരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ മനസ്സിന്റെ നന്മ തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓരോ കാര്യങ്ങളും നേരിടുന്നത്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് വളരെ ലോ എനർജിയിലാണ് കാണിക്കുന്നത്. അവർ ലൈഫിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ നിങ്ങൾ എത്രത്തോളം വേദനിപ്പിച്ച് പോയവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെന്തായാലും റിയലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജിലൂടെയാണ് പോകുന്നത്. സ്വയം ഹീൽ ആകുന്നുണ്ട് എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് അല്ലെങ്കിൽ പശ്ചാത്താപം.
സ്വയം ചെയ്ത തെറ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, അതും സ്വയം മനസ്സിലാക്കിയിട്ട് അത് തിരുത്താൻ തയ്യാറാകുമ്പോഴാണ് ഏതൊരു മനുഷ്യനും ഒരു നന്മ നിറഞ്ഞ രീതിയിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങളുടെ ബന്ധത്തെ നോക്കിക്കാണുന്നതാണെന്നുണ്ടെങ്കിലും ഇവരെ തന്നെ ഇവർ നോക്കിക്കാണുന്നത്. കാരണം ഇവർക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അതിനു വേണ്ടി സ്വയം തയ്യാറാകുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, ശരിയാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഇവരുടെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ സിക്സ് ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു വ്യക്തി അർഹമായിട്ടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് മാത്രം തരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും മറ്റു കൈകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. എന്ന് വെച്ചാൽ ഇവരുടെ സ്നേഹത്തിന് ഏറ്റവും അർഹനായത് അല്ലെങ്കിൽ അർഹയായത് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ഇവർ റിയലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിക്കും റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഇതുവരെ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഇവരുടെ എനർജിയിൽ ഇവരെ ഇങ്ങനെ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേദനകൾക്ക് ഒരു അവസാനം വേണം. ആ ഒരു അവസാനത്തിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു ന്യൂ ബിഗിനിങ്ങും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷന് തയ്യാറെടുക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണിത്. അത് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ ഒരു വ്യക്തിനെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു മാറ്റം ഈ ഒരു വ്യക്തിയിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എനർജി ആയിരിക്കാം ഇത്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ തന്നെയാണ് പോകുന്നത്. അത്രയും സ്വയം വേദനിക്കുന്ന ഒരു അവസ്ഥയിലുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസ് കൂടെ എത്രത്തോളം കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. കാലിക്കറ്റ് എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ചോതി എന്നൊരു സ്റ്റാർ. പത്തനംതിട്ട. O എന്നൊരു ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഡേയ്സ് ആയിട്ടും ഡേറ്റ് ആയിട്ടും എടുക്കാം. ചിലവരുടെ കേസിൽ വിത്തിൻ 3 months ആണ് വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്. 19 എന്നൊരു നമ്പർ. തൃക്കേട്ട എന്നൊരു സ്റ്റാർ. ടോറസ് എന്നൊരു സോഡിയാക് സൈൻ. ഫെബ്രുവരി മന്ത്. N എന്നൊരു ലെറ്റർ. ജെമിനി. R എന്നൊരു ലെറ്റർ. ജൂൺ. D എന്നൊരു ലെറ്റർ. ചിത്തിര. V എന്നൊരു ലെറ്റർ. ജനുവരി മന്ത്. ഒക്ടോബർ മന്ത്. നവംബർ. R again വന്നിട്ടുണ്ട്. എറണാകുളം. വയനാട്. നവംബർ again വന്നിട്ടുണ്ട്. ഏരീസ്. H എന്നൊരു ലെറ്റർ. ലിബ്ര. ജൂലൈ മന്ത്. കാസർഗോഡ്. K എന്നൊരു ലെറ്റർ. ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ. മകയിരം എന്നൊരു സ്റ്റാർ. P എന്നൊരു ലെറ്റർ. പൈസസ് വന്നിട്ടുണ്ട്, സോഡിയാക് സൈൻ ആണ്. K എന്നൊരു ലെറ്റർ again വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ആകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജീനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.